നിങ്ങളുടെ ഒക്കെ പരിചയത്തിൽ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ പല പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവരുമായിട്ട് ഒരുപാട് ആൾക്കാരില്ലേ? ഇവരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നാറില്ലേ, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ തുടർ പഠനത്തിനായിട്ടോ ഞാനും പുറത്തുപോയി ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നൊക്കെ. അങ്ങനെ പഠനം കഴിയാതെ ഡിഗ്രിക്കിടയിൽ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ പറ്റിയെങ്കിലോ? അവിടെ ഇവിടെയൊന്നുമല്ല, ഫ്രാൻസിൽ പാരീസിൽ പോകാൻ ഒരു വർഷം അവിടെ പഠിക്കാനുള്ള ഒരു സുവർണാവസരം നിങ്ങൾക്ക് കിട്ടിയാലോ? കളറാവൂലേ? ഇങ്ങനെ ഫ്രാൻസിൽ ഒരു വർഷം മൊത്തം പഠിക്കാൻ പറ്റുന്ന ഒരു ഡിഗ്രി കോഴ്സ് ഇന്ത്യയിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ കോഴ്സ് സ്പോട്ട്ലൈറ്റിൽ ഈ കോഴ്സിനെ പറ്റിയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. ആ കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് MA ഇൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ അഥവാ MA-SEAL. ഹലോ എവ്രിവൺ, ഞാൻ അഭിപ്രകാശ്, നിങ്ങളുടെ കണ്ടിന്യൂസ് കരിയർ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി കോഴ്സ് സ്പോട്ട്ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും പാരീസിലും ഫ്രാൻസിലും പോകാൻ കാത്തുക്കാന്ന് എനിക്കറിയാം. അതുകൊണ്ട് അധികം ലാഗൊന്നും ഇല്ലാതെ നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നിങ്ങൾ എല്ലാവർക്കും അറിയേണ്ട ആ കോഴ്സ് MA-SEAL എന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഈ MA-SEAL എന്നുള്ള കോഴ്സ് ശരിക്കും ഒരു ഇൻ്റഗ്രേറ്റഡ് MA ആണ്. അതായത് 3 ഇയർ UG + 2 ഇയർ PG അങ്ങനെയുള്ള ഒരു 5 ഇയർ കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് MA ഇൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ അഥവാ MA-SEAL. MA-SEAL ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ്. അതായത് നിങ്ങൾക്ക് അതിൽ പഠിക്കേണ്ടി വരുന്നത് ഒരു വിഷയമല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ചിലതാണ് എക്കണോമിക്സ്, മാനേജ്മെന്റ്, ലോ ആൻഡ് കൊമേഴ്സ്. ഈ കോഴ്സ് ഇന്ത്യയിൽ ഒരു ഒറ്റ യൂണിവേഴ്സിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ ലിങ്ക് പോയാൽ മതി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഈ MA-SEAL എന്നുള്ള പ്രോഗ്രാമിൽ 20 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻട്രോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ്. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി മാത്രം വിചാരിച്ചാൽ ഇത് നടക്കൂല. പോണ്ടിച്ചേരിയോടൊപ്പം തന്നെ ഫ്രാൻസിലെ പാരീസ് 1 പാന്തിയൻ സോർബോൺ എന്ന് പറഞ്ഞുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടെ ചേർന്നിട്ടാണ് ഈ സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തുന്നത്. പാന്തിയൻ സോർബോണോ, അതെന്തൊരു പേര് എന്നൊന്നും നിങ്ങൾ അതിനെ കുറച്ച് കാണാൻ വരണ്ട. കാരണം ഇതൊരു ചില്ലറ യൂണിവേഴ്സിറ്റി അല്ല. ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും തന്നെ നിലവാരം അളക്കുന്ന QS റാങ്കിങ് പട്ടികയിൽ 287-ാമതായിട്ട് 287th ആയിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഫ്രാൻസിലെ മൊത്തം യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെങ്കിൽ 9th പൊസിഷനും ഈ യൂണിവേഴ്സിറ്റിക്കുണ്ട്. 2021 റാങ്കിങ്സിൽ ഇത്രയും മുന്നിൽ വന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമേ ഈഫൽ ടവറിലേക്കുള്ളൂ. അതുപോലെ നിങ്ങൾ PSG ഫാൻസ് ആണെങ്കിൽ അവിടേക്ക് 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൂ. പറഞ്ഞു വരുന്നത് ഈഫൽ ടവർ പോയി ഇരിക്കണമെന്നോ PSG കളി കാണാൻ പോകണമെന്നോ അല്ല. അത്രയും സിറ്റിയുടെ നടുക്കായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പാന്തിയൻ സോർബോൺ യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ ഒരു ബന്ധം നിലനിൽക്കെ തന്നെ ഒന്നുകൂടെ ഈ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ പാന്തിയൻ സോർബോണും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും കൊണ്ടുവന്നത്. ഈ കോഴ്സിന്റെ ഉദ്ദേശം തന്നെ എംപ്ലോയ്മെൻ്റ് ആണ്. യൂത്ത് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക, യൂത്ത് എംപ്ലോയ്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഈ MA-SEAL. ഇതൊക്കെ MA-SEALനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2 യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, എന്തൊക്കെ ഇതിൽ പഠിക്കാനുണ്ടാവും എന്നുള്ളതും ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു. ഇനി പ്രോഗ്രാം മൊത്തത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MA-SEAL പ്രോഗ്രാമിലെ എല്ലാ കാര്യങ്ങളും ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം. ഇത് പറയുന്നത് പ്രകാരം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ആദ്യ 2 വർഷം അവിടെ തന്നെ പഠനം തുടരുകയും 3-ാം വർഷം ഫ്രാൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. 3-ാം വർഷം ഫ്രാൻസിൽ പോകുന്നവർ ഫ്രാൻസ് കണ്ട് തിരിച്ചു വരികയല്ല, അവരുടെ 5ഉം 6ഉം സെം അവരവിടെ ചിലവഴിക്കും. പാന്തിയൻ സോർബോണിലായിരിക്കും അവരുടെ 5th ഉം 6th ഉം സെമസ്റ്റേഴ്സ്. ഇനി പാന്തിയൻ സോർബോൺ സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് 2 ഇയേഴ്സ് അവിടെ പാരീസിൽ അവരുടെ യൂണിവേഴ്സിറ്റി പാരീസ് 1-ൽ ചെയ്യും. അത് കഴിഞ്ഞ് അവരുടെ 3rd ഇയർ ആകുമ്പം നമ്മുടെ പോണ്ടിച്ചേരി സ്റ്റുഡൻസിനെ പോലെ തന്നെ അവരും സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പോണ്ടിച്ചേരി വന്നിട്ട് അവരുടെ 3rd ഇയർ കണ്ടിന്യൂ ചെയ്യും. ഈ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ചിന് അവർ കമ്പൽസറി ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആണ്. ഒരു B2 ലെവലെങ്കിലും ഇവിടുന്ന് പോകുന്നവർ ഫ്രഞ്ച് കഴിഞ്ഞിരിക്കണം, അവിടുന്ന് വരുന്നവർ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഈ B2 ലെവൽ നേടിയിരിക്കണം. ഇവരുടെ ക്ലാസ്സുകൾ നടക്കുക ലെക്ചേഴ്സ് ആയിട്ടും സെമിനാർസ് ആയിട്ടും അതുപോലെ തന്നെ ഫീൽഡ് വർക്ക് ആയിട്ടും ഒക്കെയാണ്. ഒരു പ്രൊഫഷണൽ ടച്ചുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്കും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസും എല്ലാം ഈ ഒരു കോഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് നടത്താൻ ആവശ്യമായ സ്കിൽസ് അക്വയർ ചെയ്യാനും ഈ കോഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 8 വീക്സ് ഇൻറ്റേൺഷിപ്പ് നമ്മുടെ 3rd ഇയറിലോ അല്ലെങ്കിൽ 2nd ഇയറിലോ ചെയ്തു തീർക്കാവുന്നതാണ്. 3rd ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രാൻസിൽ പോയിട്ട് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. 2nd ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു ഇൻഡോ ഫ്രാൻസ് കമ്പനികൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ എന്തുകൊണ്ട് ഫ്രാൻസിൽ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക. കാരണം അവിടുത്തെ കമ്പനീസും അവിടുത്തെ വർക്ക് സ്ട്രക്ചറും എല്ലാം മനസ്സിലാക്കാൻ നല്ലൊരു അവസരമാണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ്. ഈ കോഴ്സിന് ഒരു പ്രൊഫഷണൽ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പ്ലേസ്ഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ നിങ്ങൾ ഫ്രാൻസിൽ പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോൾ തന്നെ എക്സിറ്റ് ഓപ്ഷൻ എടുക്കാനും ബാക്കി 2 വർഷം
ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഫ്രാൻസിൽ പോയിട്ട് നിങ്ങൾ ഇൻറ്റേൺഷിപ്സ് ചെയ്തോ എന്ന് പറഞ്ഞത്. കാരണം ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്താലും അവിടെ നിങ്ങൾക്ക് ജോലി ഉണ്ടാവും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ജോലി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ MA കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. തേർഡ് ഇയറിൽ പോണ്ടിച്ചേരി വരുന്ന പാരീസ് 1 പാന്തിയൺ സൊബോണിൻ്റെ സ്റ്റുഡൻസിന് തേർഡ് ഇയർ കഴിയുമ്പോൾ വേണമെങ്കിൽ തിരിച്ചു പോയാൽ മതി. കാരണം പാന്തിയൺ സൊബോൺ യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സിന് MA പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അവർക്കൊരു ചാൻസ് കൊടുക്കുകയാണ്. അവർക്ക് MA 4th ഇയർ 5th ഇയറും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും പാന്തിയോൺ സൊബോൺ സ്റ്റുഡൻസിനുണ്ട്. പാന്തിയോൺ സൊബോൺ യൂണിവേഴ്സിറ്റിയിൽ MA ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് തേർഡ് ഇയർ കഴിയുമ്പം ജോബ് കിട്ടുകയാണെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനും അതുപോലെ ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു വന്ന് MA കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുമുണ്ട്. ഈ സെക്കൻഡ് തേർഡ് ഇയറിൽ ഇന്റേൺഷിപ്പ് പോലെ തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ 5th ഇയറിൽ ചെയ്യേണ്ട ഒന്നാണ് ഒരു പ്രൊജക്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫൈനൽ ഇവാലുവേഷൻ്റെ പാർട്ടായിട്ട് ഒരു വൈവയും ഉണ്ടാവും. 10th സെമ്മിലാണ് ഈ പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള വൈവേ ഉണ്ടാവുക. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു അക്കാഡമിക് സ്കെഡ്യൂൾ എന്ന് പറയാം. നിങ്ങളുടെ ഒരു 5 വർഷത്തെ അക്കാഡമിക്സ് എങ്ങനെയിരിക്കും, പോക്കും വരവും എല്ലാം തന്നെ ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കരിയർ പ്രോസ്പെക്ട്സ് നോക്കാം. ഈ പ്രോഗ്രാമിന് ഈ പ്രൊഫഷണൽ ടച്ച് കൊടുക്കുന്നതോടുകൂടി ഫ്രാൻസും ഇന്ത്യയും ആഗ്രഹിക്കുന്നത് അവരുടെ സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷണൽ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോഴ്സ് വഴി അവരുടെ വിദ്യാഭ്യാസപരമായും അതുപോലെ അവരുടെ എംപ്ലോയ്മെന്റ് സംബന്ധിച്ചുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് നോക്കുമ്പോൾ ഈ കോഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പഠിക്കുന്നതിൽ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മാനേജ്മെന്റ് അതുപോലെ ലോയും ഉണ്ട്. ഇതെല്ലാം തന്നെ UPSC പെർസ്യൂ ചെയ്ത് IAS IFS ഒക്കെ ആകാനിരിക്കുന്നവർക്ക് ഈ ഒരു കോഴ്സ് നൽകുന്ന എക്സ്പീരിയൻസ് ചെറുതൊന്നുമല്ല. വളരെ അക്കാഡമിക്കലി റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് MSCയിൽ. ഈ MSCയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളൊരു ഇൻഡോ ഫ്രഞ്ച് കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഫ്രാൻസിലെ 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് ഈ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത് പറയാനുള്ളത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത് തന്നെയാണ്. നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനി തന്നെ നിങ്ങളെ പ്ലേസ്ഡ് ആക്കാൻ, നിങ്ങളെ എംപ്ലോയ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിലൂടെയും നിങ്ങൾക്ക് ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക. ഇതല്ലാതെ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് പോർട്ടലിൽ ഞാൻ പറഞ്ഞിരുന്നു പൊളിറ്റിക്കൽ അനലിസ്റ്റ് അതുപോലെ ഇന്റലിജൻസ് അനലിസ്റ്റ് ഇങ്ങനത്തെ ജോബ്സിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇതല്ലാതെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഡിഗ്രി തേർഡ് ഇയറിൽ ഫ്രാൻസ് പോകുന്നതുകൊണ്ട് സ്ഥലം കാണുക മാത്രമല്ല, വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരൊറ്റ പോക്കിൽ നിങ്ങളുടെ ലൈഫും സെറ്റാക്കാം. ഇതിനിടയിൽ ഞാൻ പറയാതെ വിട്ട ഒരു കാര്യമുണ്ട്, അഡ്മിഷൻസ്. എങ്ങനെ നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് പഠിക്കാനാവും പറഞ്ഞുതരാം. 4ാമത്തെ സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അതിൽ അഡ്മിഷൻ പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി 100 മാർക്കിനൊരു എൻട്രൻസ് നടത്തും. അത് പാസ്സാവുന്ന 20 ആൾക്കാണ് അഡ്മിഷൻസ് കൊടുക്കുകയെന്ന്. ആ കാലമൊക്കെ പോയി. ഈ വട്ടം തൊട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് CUET വഴിയായിരിക്കും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലുള്ള 42ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള UG അഡ്മിഷൻസ്. വീഡിയോ കണ്ടപ്പോൾ തന്നെ ബാഗ് എടുത്ത് തോളത്തിട്ടവർ പതിയെ ബാഗ് താഴ്ത്ത് വെച്ച് എക്സാമിന് ശരിക്കും പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ ഈ ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ചെയ്യാൻ സാധിക്കൂ. 20 സീറ്റ്സേ ഉള്ളൂ. വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. CUET 2022 നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. ഇങ്ങനെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നിങ്ങളെ CUET 2022 ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. CUET 2022 നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും, അത് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് ആയിക്കോട്ടെ, വാല്യൂ ആഡഡ് നോട്ട്സ് ആയിക്കോട്ടെ, ഡെയിലി ടോപ്പിക് ടെസ്റ്റ് ആയിക്കോട്ടെ, വീക്ക്ലി മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ Prepwise CUET കോച്ചിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിലേക്ക് പറക്കാൻ ബാഗൊക്കെ പാക്ക് ചെയ്തവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. Prepwiseനെ പറ്റിയുള്ള സകലവിധ ഡീറ്റെയിൽസും ഈ നമ്പറിൽ നിങ്ങൾക്ക് കിട്ടും. പോരാത്തതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഒട്ടും വൈകാതെ തന്നെ Prepwiseന്റെ ഒപ്പം നിങ്ങളുടെ CUET ജേർണി തുടങ്ങിക്കോളൂ. Prepwise യുടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ വരും. അതുവരേക്കും പീസ് ഔട്ട്.